നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് മറുപടിയായി ഭീകര സംഘടനയായ ഐസിസിനെതിരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ക്രിസ്തുമസ് ദിനമായ ഡിസംബർ 25-നാണ് നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്നാണ് ഡെഡ്ലി സ്ട്രൈക്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ നീക്കമുണ്ടായത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് തടയാൻ നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഭീകരർക്ക് ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തോടെയും അനുമതിയോടെയുമാണ് അമേരിക്കൻ ആഫ്രിക്ക കമാൻഡ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി ICC ഭീകരർ കൊല്ലപ്പെട്ടതായി US പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു. മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും വ്യക്തമാക്കി. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കെതിരായ വംശഹത്യയുടെ തോതിലുള്ള ആക്രമണങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക ഇടപെടൽ. ഇതോടൊപ്പം കഴിഞ്ഞയാഴ്ച സിറിയയിലും ICC കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വായുസേന അതിശക്തമായി തിരിച്ചടി നൽകിയിരുന്നു. ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന പേരിൽ നടന്ന ആ ദൗത്യം സിറിയയിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായിരുന്നു. ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ. ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ തന്റെ ഭരണകൂടം അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. വംശഹത്യയ്ക്ക് സമാനമായ അക്രമങ്ങളാണ് വർഷങ്ങളായി ബോക്കോ ഹറാം, ഫുലാനി, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾ ക്രൈസ്തവർക്ക് നേരെ നൈജീരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.